അത് തരാന്ന് പറഞ്ഞിട്ട് എന്താ ഉദ്ദേശിച്ചേ? ഇത് ആരുടെയാണ്? അന്നി. ഇത് ഏത് ഭാഷ? അന്നി എന്ന് വെച്ചാ എന്റെ എല്ലാം അവന്റെ സ്വന്തം ലാംഗ്വേജ്. അന്നി. വേറെ ആരുടെയെങ്കിലും കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ടോ എന്തോ? ആരും പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അന്നി ആരാ ഇത് ചെയ്ത്? എന്തെങ്കിലും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആരാ ചെയ്ത? അന്നി. അത് ബാക്കി ആൾക്കാരുടെ പേരിലൊന്നും ഇല്ല. ആത്മഹത്യനെ ഏറ്റെടുക്കുമല്ല. ഹലോ ഓം ബേബി, ഓം ബേബിയുടെ കാത് കുത്തിയത് കാണിച്ചു കൊടുക്കും. എന്തിനാ വിളിക്കുന്നേ? ബാബ ബ്രെഡ് കഴിക്കാൻ വരാൻ വരുന്നില്ല. ബാബ പറഞ്ഞിട്ട് കേൾക്കണില്ല. അതാ ഓടി പോണു. ഞാൻ വീട്ടിൽ വരാം. പൊന്നേ അമ്മ കൊല്ലെന്ന് വിളിച്ചാൽ അവനും കൊല്ലെന്ന് വിളിച്ചു. പൊന്നിനെ ഏറ്റവും വിളിക്കണം. പൊന്നിനെ ഏറ്റവും വിളിക്കണം. പൊന്നി ഞങ്ങൾ ഉമ്മാവ് വെച്ചു. എന്തിനാ നാണിക്കണേ? അതാ അടുത്ത ആളെ ചാടുന്നുണ്ട്. ഓംബേബിന്റെ കാത് കുത്തി കാണിച്ചു കൊടുക്കും. പൊന്നെ ഓംബേബി കാത് കുത്തിയതൊന്ന് കാണിച്ചു കൊടുക്കും. കമ്മല് കാണുമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, കാണിച്ചു കൊടുക്കാം. ഇതാണ് കമ്മല്. ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു ഓംബേബി ഭയങ്കര കരച്ചിലാവുന്നതുകൊണ്ട് ഞാൻ മാഷിനെ പറഞ്ഞ. എനിക്ക് ഭയങ്കര പേടിയായിട്ട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. അപ്പൊ മാഷിന്റെ അടുത്ത് പിടിച്ചിരുന്നാൽ മതി. കാരണം ഞാൻ പിടിച്ചിട്ട് അവസാനം കുട്ടി തലയിൽ കുത്തുന്നത് വേറെ സ്ഥലത്തുമായിരുന്നു. എന്താ ഓംബേബി? എന്താ പരിപാടി? കമ്മല് താങ്കളുടെ കുഞ്ഞമ്മ വാങ്ങിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം. കുഞ്ഞമ്മ വാങ്ങിച്ചാണ്. കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സമാധാനത്തിലിരുന്നു. ചെറുതായിട്ടൊന്ന് ചിടിക്കുമ്പോ നമ്മള് കാത്തൂനെ വെച്ചോളൂ. കാത്തൂനെ ഭയങ്കര ഇഷ്ടമാവും ബേബിക്ക്. സോ കാത്തൂന്റെ അതൊക്കെ കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഹാപ്പി ആയിരുന്നു. കഴിഞ്ഞിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതുണ്ട ഇത് നല്ല കൊടുക്കണ്ട. ടേബിളിൽ വീണതില്ല. അത് കൊടുക്കണ്ട. പ്ലേറ്റിൽ വെച്ചു കൊടുക്കും. തമ്മി തല്ലാതെ കഴിക്കേ. കയ്യില് വെച്ചു കൊടുക്കൂ. കയ്യില് കൊടുക്കൂ. താഴെ വെച്ചു കൊടുക്കരുത് ആത്മജ. ബാധയല്ല വെച്ചത്, ആത്മജയാണ് വെച്ചത്. ഇത് പ്ലേറ്റിൽ വെച്ചു കൊടുക്കണം. ഓക്കെ കേട്ടോ? ഓക്കെ. പിന്നെ താങ്കളുടെ മാല കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് ലക്കിന് കിട്ടിയത് അറിയാം. ലക്കിന് കിട്ടിയ മാല. ലക്കിനൊന്നും അല്ല, നല്ല പൈസ കൊടുത്തിട്ട് കിട്ടിയത്. ഞാൻ അതാ ഉദ്ദേശിച്ചേ. പൈസ കൊടുക്കണമെങ്കിൽ കിട്ടണ്ടേ ആദ്യം. ഇത് കണ്ടോ, നല്ല കുഞ്ഞി മഹാലക്ഷ്മി. മഹാലക്ഷ്മി അല്ലേ ലോക്കറ്റില്? അയ്യോ, ഇതാണ് എന്റെ മാല. കണ്ടോ? രസമുള്ള മാല കേട്ടോ. മാല കുഞ്ഞി ലോക്കറ്റ് ഭയങ്കര രസമാണ്. അപ്പൊ എന്താണ് എന്താ പറയാ, ഒരു അടിക്ക് രണ്ട് പക്ഷി. ഇവർക്ക് മാല എടുക്കാൻ പോയി നൈസായിട്ടൊരു മാല എനിക്കും കിട്ടി. അയ്യോ, ബാക്കിൽ നിന്നോട്ടോ. അറ്റത്താ ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്ത് രസം അല്ലേ? ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇതേമാതിരിയാ. ആത്മജ ഓംബേബിക്ക് ചോറൊക്കെ വാരി കൊടുക്കും. ആദ്യത്തെ ഒരു 5-6 സെറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആത്മജ പിന്നെ തലയിൽ ഇട്ട് കൊടുക്കാൻ തുടങ്ങും. പിന്നെ പാല് തലേക്കൂരി ഒഴിക്കുക, പാലഭിഷേകം, തൈരഭിഷേകം. ഓംബേബിയാണെങ്കിൽ ഇരുന്ന് കൊടുക്കും, ഫുള്ള് ഇരുന്ന് കൊടുക്കും. എന്ത് ചെയ്താലും ഇരുന്ന് കൊടുക്കും. ഓക്കെ കണ്ടോ കണ്ടോ, എന്ത് സ്നേഹമാണ് പേര്. സ്നേഹോഷ്മളമായ സഹോദരി സഹോദരന്മാരാണ്. ഇഷ്ടായോ ബേബി? ബേബിക്ക് ഇഷ്ടായോ? ഇപ്പൊ ബേബി എന്നെയൊക്കെ ചീത്ത വിളിച്ചു തുടങ്ങി. ആത്മജനെ അടിച്ച അപ്പ വരുമോ? ആത്മജനെ മാഷ് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തൊടാൻ പറ്റില്ല. ഏത് ഭാഗത്തു നിന്നാണെങ്കിലും അല്ലേ ഓടി വന്ന് മാഷിന്റെ മുന്നിൽ ഇങ്ങോട്ട് നിൽക്കും.
വാരിയറിനെ പോലെ മുന്നിലെങ്കിലും വന്ന് നിൽക്കും, എനിക്ക് തൊടാൻ സമയക്കില്ല. എന്നിട്ട് എന്റെ ചേട്ടനെ തൊടാനുള്ള attitude. ചോദിച്ചോണ്ട് നിൽക്കും അവിടെ. കരയും ചെയ്യും കേട്ടോ. വിഷമായി കഴിഞ്ഞാലൊക്കെ ആത്മജ ചിലപ്പോ കരയണൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുമ്പേ ഇരുന്ന് കരയും. ബേബി ഹായ് പറ. ഇവിടെ ബേബി പെണ്ണേ പെണ്ണേ കുളിപ്പിച്ച് ഞാൻ സുന്ദരി കുട്ടപ്പിയായിട്ട് കൊണ്ടിരുത്തിയത് എന്റെ ഭഗവാനെ. ആത്മജ കഴിക്കാത്തോണ്ടാണ് മുമ്പേ വീഴ്ത്തത്. ടേസ്റ്റ് ഉണ്ടോ? ടാറ്റ ബൈ ബൈ പറയൂ ആത്മജ. ടാറ്റാ ബൈ ബൈ ആത്മജ ടാറ്റ. എന്തൊക്കെ എന്റെ വിശേഷം ചോദിക്കൂ എല്ലായിടത്തും. ആത്മജ സുഖാണോ ചോദിക്കൂ. ചോദിക്കും. ഒരു ഉമ്മ കൊടുത്തോ. സുഖാണോ ചോദിക്കൂ ആത്മജ. ബേബി സമയമില്ലാത്. എങ്ങനെയാ ബേബി ഉമ്മ കൊടുക്കുന്നേ? ഉമ്മ എങ്ങനെയാ? ഉമ്മ. രണ്ടുപേരും ഫുഡ് അടിയുടെ ആകാതെ ഇരിക്കുക. അതെ. നീ വേണോ? അപ്പൊ ഓക്കെ. ഓക്കെ.